ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് രണ്ട് ചെറിയ ഡിഷസിൻ്റെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇഞ്ചിക്കറിയും പരിപ്പുവടയുമാണ് ഇന്നത്തെ ഡിഷ്. അപ്പോൾ അത് ബെസ്റ്റ് കോമ്പിനേഷനാണല്ലേ. അപ്പോൾ ഞാനത് ചെറിയ രണ്ട് വീഡിയോ ആണ്, അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ഇട്ടതാണ്. അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം ഇഞ്ചിക്കറിയുടെ വീഡിയോ ആണ്. ഇഞ്ചിക്കറി നമ്മൾ ഓണത്തിലൊക്കെ വെച്ചതെങ്കിലും അത് പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ ചെറിയ മധുരമൊക്കെ ഉള്ള കാരണം ഇവിടെ മോൾക്കും വരുമാനമൊക്കെ നല്ല ഇഷ്ടമാണ് അത് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിന് ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞ കാരണം ഞാൻ അത് ഒരു പ്രാവശ്യം കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് പരിപ്പുവടയും കൂടി ഉണ്ടാക്കി. അപ്പോൾ അത് പരിപ്പുവടയൊന്നും ഇവിടെ കേരള സ്റ്റോറിലൊക്കെ എന്നാൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ നല്ലോണം കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് പരിപ്പുവടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കാനഡയിൽ വന്നപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഇഞ്ചിയൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയൊക്കെ ഭയങ്കര വണ്ണമുള്ള ഇഞ്ചിയാണ്. അപ്പോൾ നമ്മളത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമെങ്കിലും നല്ല എരിവുള്ള നല്ല ഇഞ്ചി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കഴുകി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം അത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഇപ്പോൾ ഞാൻ കാണിച്ചത് വാളംപുളിയാണ്. അപ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഈ വാളംപുളിയൊക്കെ. നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ വന്നത്, അല്ലെങ്കിൽ ഇത് ഈ പുളി തായ്ലൻഡിൽ നിന്ന് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു കേടൊന്നുമില്ല, നല്ല വേറൊന്നും ചേർക്കാതെ നല്ല ബെസ്റ്റായിട്ട് കയറ്റിയേക്കാൻ പാകത്തിന് അവരുണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചെടുത്ത് നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളി എടുത്ത് വെള്ളത്തിലിടാം. അപ്പോൾ ഇഞ്ചി ഞാൻ ക്രഷ് ചെയ്തതിന് ശേഷം വറക്കുകയാണ്, ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി മോളാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് രണ്ട് പച്ചമുളക് വലുത്, പിന്നെ ഞാൻ സവാളയാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കണത്, ചെറിയ ഉള്ളിയല്ല. അപ്പോൾ സവാള ഒരെണ്ണം, ഒരു വലിയ സവാളയുടെ പകുതി സവാള. പിന്നെ നമുക്ക് അപ്പോൾ കറിവേപ്പിലയും കൂടിയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില പിന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇഞ്ചി നമുക്ക് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഇഞ്ചി വറുത്ത് കോരി മാറ്റുമ്പോൾ ആളാണ് നല്ല ടേസ്റ്റുള്ളത് ഇഞ്ചിക്കറിക്ക്. പിന്നെ അത് അധികം നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം, പുറത്ത് വെച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇവിടെ കിട്ടുന്ന ഓയിലാണിത്, നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ പോലെ തന്നെയുള്ള ഓയിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് പിന്നെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണത്. അപ്പോൾ സവാളയും പച്ചമുളകും കൂടിയൊക്കെ നമുക്ക് ഓയിലൊഴിച്ചിട്ട് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് വഴന്ന് വരുമ്പോൾ തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇഞ്ചിക്കറിയിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷമാണ് സവാളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തത്. ഉലുവയൊക്കെ പൊട്ടിക്കുമ്പോഴാണ് ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്, നല്ല മണം ഉണ്ടാവും. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് വാടി പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഈ വറുത്ത ഇഞ്ചിയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിയായിട്ട് കിട്ടുന്ന ശർക്കരയാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാലും കേടാകുകയൊന്നുമില്ല. അപ്പോൾ അത് ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ചയോളം കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കുറേശ്ശെ ഡ്രൈ ആകും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ലഞ്ചിനൊക്കെ സൈഡിൽ അച്ചാറിൻ്റെ ഒക്കെ ഒപ്പം കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണിത്.
നമുക്ക് ചൂടാറിയതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടിയേക്കണത്. പിന്നെ നമുക്ക് വൈകുന്നേരത്തെ സ്നാക്കിന് ഈവനിങ് സ്നാക്കായിട്ട് പരിപ്പുവടയും കൂടി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പരിപ്പുവടയൊക്കെ കഴിക്കണ പോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ വന്നപ്പോൾ അങ്ങനെ കഴിക്കാൻ മോള് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു 2-3 മണിക്കൂറിന് മുമ്പ് പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് കുതിർന്നിട്ട് നമ്മൾ വാരി വെച്ചിട്ടുണ്ട്. പരിപ്പിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകണം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പരിപ്പ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മല്ലിയിലയും സവാളയും പച്ചമുളകൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ആദ്യം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പരിപ്പും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൾസ് അടിച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ വേറെ മുളക് പൊടി അങ്ങനെയൊന്നും വേറെ ചേർക്കണില്ല. പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർത്തേക്കണത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഓയിലൊഴിച്ച് ഇത് ചൂടാകുമ്പോൾ നമുക്കിതിങ്ങനെ കയ്യിൽ വെച്ച് പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ റവയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ പരിപ്പുവടയിൽ. അപ്പോൾ നമുക്ക് പൊടിയാതെയും നല്ല മുരിഞ്ഞുള്ള നല്ല പരിപ്പുവട കിട്ടും. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ പരിപ്പുവടയൊക്കെ ഇങ്ങനെ കഴിക്കണത്. അപ്പോൾ ഇവിടെ കേരള സ്റ്റോറിലൊക്കെ കിട്ടും പരിപ്പുവടയൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അടിപൊളി പരിപ്പുവടയും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഡിഷുകൾ ഇഞ്ചിക്കറിയും പരിപ്പുവടയുമാണ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. നമ്മുടെ നല്ല അടിപൊളി പരിപ്പുവട റെഡിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവടയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.